ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഷോർട്സിൽ പറഞ്ഞ ഗിഫ്റ്റ് ബോക്സിന്റെ ലോങ് വീഡിയോ ആണ് ഇത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അതാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ 2 ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം. ബാക്കി പറയുന്ന മെഷർമെന്റ്സ് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പം നമ്മളിവിടെ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ 1 സെന്റിമീറ്റർ അളക്കുക. ആ 1 സെന്റിമീറ്റർ അളന്നെടുത്ത് നമുക്കൊരു ഗ്ലൂ സ്റ്റിക്കോ ഫെവിക്കോളോ ഏത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ 1 സെന്റിമീറ്റർ അളന്ന ഭാഗത്ത് നമുക്ക് ആ പശയും കൂടെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് പശ തേച്ചിട്ട് നമ്മൾ മറ്റേ ഒരു ഷീറ്റ് പേപ്പറും കൂടി എടുത്തല്ലോ. ആ ഷീറ്റ് പേപ്പർ നമുക്ക് ആ 1 സെന്റിമീറ്റർ അളന്ന കറക്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവിനകത്ത് നമുക്ക് ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 1 സെന്റിമീറ്റർ അളന്നെടുത്ത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ലോങ് ഷീറ്റ് പേപ്പറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ നമ്മൾ 1 സെന്റിമീറ്റർ ഒരു സൈഡിൽ അളന്നെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 1 സെന്റിമീറ്റർ എടുത്തേക്കുന്നത്. നിങ്ങൾ 2 സെന്റിമീറ്റർ എടുക്കുന്നതെങ്കിൽ രണ്ട് സൈഡിലും ഒരേപോലെ 2 സെന്റിമീറ്റർ വേണം അളന്നെടുക്കാൻ. ഇനി നമുക്ക് എന്താ അവിടെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലൂ ഒട്ടിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്ലൂ എടുത്തിട്ട് അതേപോലെ ഒട്ടിക്കുക. അപ്പോഴത്തേക്ക് വേറെ സൈഡൊന്നും മടങ്ങാനൊന്നും പാടില്ല. ഇതുപോലെ തന്നെ നിൽക്കണം. കാരണം നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ നിൽക്കണമെങ്കിൽ നമുക്ക് അത് മടങ്ങാൻ വേണ്ടി പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് റെഡി ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചുളുക്കം വരും. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് ഒരു ഇത് കിട്ടി. ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യേണ്ടത്. ഇനി നമ്മൾ 2 സൈഡിലും ഒട്ടിച്ച ഭാഗം വെച്ചിട്ട് അത് മടങ്ങാത്ത രീതിയിൽ നമ്മൾ 2 സൈഡിലും അമക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് പേപ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ അപ്പം നമ്മൾ എല്ലാ സൈഡും നമ്മൾ അമക്കി നിവർത്തുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് വേണം അത് മടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേപ്പറിൻ്റെ താഴ്വശത്ത് ഞാനൊരു 4 സെന്റിമീറ്ററാണ് അളന്നേക്കുന്നത്. ആ 4 സെന്റിമീറ്റർ അളന്നെടുക്കുന്നിടത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വേണം മടക്കി കൊടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് അവിടെ മടങ്ങിയ ഭാഗം നമുക്ക് 2 സൈഡിലോട്ടും മടക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഓൺ ആക്കി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സിമ്പിൾ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതേപോലൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മടക്കി വേണം പിന്നീട് നമുക്ക് മടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലെ താഴത്തെ പോർഷൻ മേളിലോട്ട് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു വര വീഴുമല്ലോ. ആ വരയുടെ ഇച്ചിരി മേളിലായിട്ട് വേണം നമ്മളത് മടക്കി കൊടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ഭാഗവും തിരിച്ച് ഇപ്പുറത്തേൻ്റെ മണ്ടയ്ക്കായിട്ട് വരുന്ന രീതിക്ക് വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ 2 സൈഡും ഒരേപോലെ നമ്മൾ മടക്കി കൊടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വരയിലായിരിക്കണം അത് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും നമുക്ക് പശ തേച്ച് കൊടുക്കാം. പശ തേച്ച് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ നടുക്കുള്ള പോർഷനിൽ വരരുത്. ആ ഒരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ വന്നിരിക്കുന്ന ഭാഗത്ത് മാത്രമേ ഒട്ടിക്കാവൂ. നമ്മൾ നടുഭാഗത്ത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഫുൾ ഒട്ടിപ്പോകും. നമുക്കിത് നിവർക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഈ 2 സൈഡിലും ഗ്ലൂ തോത്തിട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നടുക്ക് ഓപ്പൺ ആയിരിക്കും. അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യരുത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഫുൾ കവേർഡ് ആയിട്ടുള്ളത് കിട്ടും. അപ്പം നമ്മുടെ ഒരു കവർ പോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മളുടെ അവിടെ വരുന്ന സൈഡിലൂടെ നമ്മൾ ഈ അറ്റം നമ്മൾ മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ മണ്ടയ്ക്ക് വരെ ഇതേ രീതിയിൽ ആ അളവിൽ തന്നെ നമ്മൾ മടക്കി കൊടുക്കണം. അതും പെർഫെക്റ്റ് മടക്കായിരിക്കണേ. എല്ലായിടത്തും പറഞ്ഞ പോലെ പെർഫെക്റ്റ് മടക്കായാൽ മാത്രമേ നമുക്ക് എല്ലായിടവും ഒരേപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റിൽ മടക്കിയെടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാക്ക് സൈഡ് എടുക്കുക. നേരെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചു മടക്കി കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് 4 എഡ്ജസും ഈക്വൽ ആയിട്ടൊരു പോയിന്റിലൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 സൈഡും ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിവർത്ത് കൊടുക്കാം. ആ നിവർക്കുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ നിവർക്കാൻ, അല്ലെങ്കിൽ കീറിപ്പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന കവർ പോലെ നമുക്കൊരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഫോം കിട്ടി. ഇത് നമ്മൾ കറക്റ്റ് അളവിലൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മടക്കിയ 2 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊടുക്കുക.
നമ്മൾ 4 സൈഡിലും ചെയ്തല്ലോ. അതേപോലെ നമ്മൾ പെർഫെക്റ്റ് ആക്കി ചെയ്താൽ മാത്രമേ നമുക്കത് മടക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നടുഭാഗം അകത്തോട്ടാക്കിയിട്ട് 2 സൈഡും ജോയിന്റ് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കെന്താ ഇതേപോലെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം. 2 സൈഡിലും നമ്മൾ നല്ല രീതിയിൽ ആ പോയിന്റ് നമ്മൾ വന്ന പാടിലൂടെ മാത്രം നമ്മൾ കറക്റ്റായിട്ട് പോകണം. അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ 2 സൈഡിലും അതേപോലെ ചെയ്തെടുക്കുക. നടുക്കത്തെ ഭാഗം നമുക്ക് എന്താണ് ഉള്ളിലേക്ക് മാറ്റുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ 2 സൈഡിലും ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി പോർഷൻ നിങ്ങൾക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ മടക്കി അങ്ങ് കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ആ മടക്കി അത്രയും ഭാഗം മുറിച്ച് കളയരുത്. നമ്മൾ ഒരു 1 സെന്റിമീറ്ററൊക്കെ എന്താ നമ്മളൊന്ന് അളന്നോ വരച്ചോ എന്തെങ്കിലും എടുക്കും. ഇപ്പം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത്രയും സെന്റിമീറ്റർ ഞാൻ മടക്കിയ ഭാഗം കഴിഞ്ഞ് വിട്ടിട്ട് അതിൻ്റെ മേളിലുള്ള ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മടക്കി കൊടുക്കാം. അപ്പോഴത്തേക്കുണ്ടോ നമുക്കൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ 4 സൈഡും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് ബോക്സ് ക്ലോസ് ചെയ്യുന്ന രീതിക്ക് ഒരു ഹേർട്ട് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ക്യൂട്ട് ഹേർട്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഹേർട്ട് വേണേൽ ഹേർട്ട് ആക്കാം. നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ ഹേർട്ട് നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ചെറിയ ഹേർട്ട് കിട്ടി. ഇനി നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് അവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല പശ വെച്ച് ഒട്ടിക്കണം, നല്ല ഇളകി വരും. അപ്പം ഞാൻ ഇതിനകത്ത് ഗിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഈ വാഷി ടേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ജോയിന്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഹേർട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഗ്ലൂ സ്റ്റിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഗ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഫിനിഷിങ്ങോടെ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയില്ലേ. അപ്പം നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.